ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതിൻ്റെ ബാക്കിയായിട്ടാണ് ചെയ്യുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ രണ്ടാം പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഐക്യരാഷ്ട്ര സംഘടന അഥവാ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനെ പറ്റിയാണ് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ലോകത്ത് സമാധാനം സ്ഥാപിക്കുവാൻ വേണ്ടി സ്ഥാപിച്ച ഒരു സംഘടനയാണ് UNO അഥവാ ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത്, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. ഇത് എന്താന്നല്ല ചോദിക്കുന്നത്, അതിന്റെ വർഷവും കാര്യങ്ങളും ഒക്കെയാണ് ഇമ്പോർട്ടന്റ്. എന്നാലും ഓർത്തു വെക്കുക, എന്തിനു വേണ്ടിയാണ് UNO സ്ഥാപിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപിക്കപ്പെട്ടത്? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് സമാധാനം സ്ഥാപിക്കുവാൻ വേണ്ടി. അടുത്തത് ഐക്യരാഷ്ട്ര സംഘടന രൂപീകൃതമായ വർഷം 1945 ഒക്ടോബർ 24. പറയുക, 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര സംഘടന രൂപീകൃതമായത്. UN ദിനമായി നമ്മൾ ആചരിക്കുന്നതും ഒക്ടോബർ 24 അപ്പോൾ UN ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നതും ഒക്ടോബർ 24 ഇനി ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം, വെരി ഇമ്പോർട്ടൻറ്റ്, ന്യൂയോർക്ക് ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. ഇപ്പം ഇതിനകത്ത് UN പറ്റി പറഞ്ഞതിനകത്ത് എന്ത്, രൂപീകൃതമായ വർഷം, UN ദിനം, UN ആസ്ഥാനം, മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. പല ക്വസ്റ്റ്യൻ പേപ്പറിലും UN പറ്റി ചോദിച്ചപ്പോൾ വർഷവും ആസ്ഥാനവും ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അടുത്തത് ശീതസമരം അഥവാ കോൾഡ് വാറിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തായിരിക്കും ഈ ശീതസമരം? പരസ്പരം ശത്രുത പുലർത്തിയ USSR, USA രാജ്യങ്ങൾ തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്രങ്ങളുമാണ് ശീതസമരം. അപ്പോൾ ആരൊക്കെ തമ്മിലാണെന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. USSRഉം USA, ഈ രാജ്യങ്ങൾ തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളിലാണ് ഈ ശീതസമരം എന്ന് പറയുന്നത്. ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ബെർണാഡ് ബറൂച്ച് ആണ്. ആരാണ്? ബെർണാഡ് ബറൂച്ച്. ശീതസമരം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? വാൾട്ടർ ലിപ്മാൻ. അപ്പൊ ഈ ബെർണാഡ് ബറൂച്ചും വാൾട്ടർ ലിപ്മാനും തമ്മിൽ മാറിപ്പോകാതിരിക്കാൻ ഒരു കോഡ് പറഞ്ഞുതരാം. ഈ ശീതസമരം അല്ലെങ്കിൽ ശീത എന്ന വാക്കിന്റെ അർത്ഥം കോൾഡ് എന്നാണ്. അപ്പം വാൾട്ടർ എന്നോർക്കുമ്പോൾ വാട്ടർ എന്നോർക്കുക. അപ്പം വെള്ളത്തിന്, വാട്ടർ എന്താണ്? വെള്ളം. അപ്പം വെള്ളത്തിന് ഭയങ്കര കോൾഡ് ആണെന്ന് ഓർത്ത് വെക്കുക. എന്താണ്? വെള്ളത്തിന് ഭയങ്കര കോൾഡ് ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ശീതസമരം വാൾട്ടർ എന്ന് കിട്ടുമ്പോൾ വാട്ടർ എന്ന് ഓർക്കുക, വാൾട്ടർ ലിപ്മാൻ എന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും. അടുത്ത സെക്ഷൻ ഇരുധ്രുവ ലോകം. എന്താണ് ഇരുധ്രുവ ലോകം? അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുണ്ടായ ആശയപരമായ ചേരിതിരിവിനെയാണ് ഇരുധ്രുവ ലോകം എന്ന് അറിയപ്പെടുന്നത്. ആരൊക്കെയാണ്? അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുണ്ടായ ആശയപരമായ ചേരിതിരിവ്, അതിനെയാണ് നമ്മൾ ഇരുധ്രുവ ലോകമെന്ന് അറിയപ്പെടുന്നത്. ഈ ചേരിതിരിവിനെ ഇരുധ്രുവ ലോകമെന്ന് വിശേഷിപ്പിച്ചത് അർണോൾഡ് ടോയൻബി എന്ന വ്യക്തിയാണ്. ഈ ഇരുധ്രുവ ലോകത്തെ ഈ ചേരിതിരിവിനെ ഇരുധ്രുവ ലോകമെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അർണോൾഡ് ടോയൻബി. അടുത്തത് പഠിക്കാൻ പോകുന്നത് ചേരിചേരായ്മ എന്നതാണ്. ചേരിചേരായ്മ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ചേരിചേരായ്മ എന്താന്ന് നോക്കാം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മുതലാളിത്ത ചേരിയുടെയോ സോഷ്യലിസ്റ്റ് ചേരിയുടെയോ ഭാഗമാകാതെ നിലകൊണ്ട രാജ്യങ്ങളുടെ സംഘടനയാണ് ചേരിചേരായ്മ പ്രസ്ഥാനം അല്ലെങ്കിൽ ചേരിചേരാ പ്രസ്ഥാനം. അതെന്താണ്? നോൺ അലൈൻഡ് മൂവ്മെന്റ് എന്ന് നമ്മൾ പറയും. എന്താണ് നോൺ അലൈൻഡ് മൂവ്മെന്റ്? ചേരിചേരായ്മ എന്ന ആശയത്തിന് രൂപം നൽകിയ നേതാക്കളെ പറ്റിയാണ് അടുത്തത് പഠിക്കാൻ പോകുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. ആ രാജ്യവും നേതാവുമാണ് നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത്. ജവഹർലാൽ നെഹ്റു എവിടുന്നാണ്? നമുക്കറിയാം, ഇന്ത്യയിൽ നിന്നാണ് ജവഹർലാൽ നെഹ്റു. ഗമാൽ അബ്ദുൾ നാസർ, ഈജിപ്ത്.
ഗമാൽ അബ്ദുൾ നാസർ ഈജിപ്ത്. മാർഷൽ ടിറ്റോ യൂഗോസ്ലാവിയ. മാർഷൽ ടിറ്റോ യൂഗോസ്ലാവിയ. അഹമ്മദ് സുകാർണോ ഇന്തോനേഷ്യ. അഹമ്മദ് സുകാർണോ ഇന്തോനേഷ്യ. അപ്പം ഇന്തോനേഷ്യയിൽ താമസിക്കുന്നത് ഭയങ്കര സുഖമാണെന്ന് ഓർത്താല് ഈ സുകാർണോ എന്നുള്ള വാക്ക് നെയിം നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും. അഹമ്മദ് സുകാർണോ ഇന്തോനേഷ്യ. ഒന്നുകൂടെ പറയാം. ജവഹർലാൽ നെഹ്റു ഇന്ത്യ, ഗമാൽ അബ്ദുൾ നാസർ ഈജിപ്ത്, മാർഷൽ ടിറ്റോ യൂഗോസ്ലാവിയ, അഹമ്മദ് സുകാർണോ ഇന്തോനേഷ്യ. അവസാനം ഓർത്തു വെക്കുക, ഇന്തോനേഷ്യയിൽ താമസിക്കുന്നത് ഭയങ്കര സുഖമാണെന്ന് ഓർത്താൽ സുകാർണോ എന്ന നെയിം കണക്ട് ചെയ്യാൻ സാധിക്കും. ഇനി ചേരിചേരായ്മ പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലമാണ് ബെൽഗ്രേഡ്. എവിടെയാണ്? ബെൽഗ്രേഡ്. ചേരിചേരായ്മ ലോക കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടതെന്ന് പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് പറഞ്ഞത്. അതായത് അതിന്റെ അർത്ഥം എന്താ? ചേരിചേരായ്മ എന്ന് പറഞ്ഞാല് എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നാൽ അതിൽ ഇടപെടാതിരിക്കുന്നതല്ല, ലോകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നാൽ അതിൽ സജീവമായി ഇടപെടുന്നതാണെന്ന് പറഞ്ഞു. അതാണ് ചേരിചേരായ്മ എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. അത് മനസ്സിലായല്ലോ. ഇനി നമ്മൾ പോകുന്നത് നവസാമ്രാജ്യത്വം. ഏകദേശം നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധ കാലത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് വരുവാണ്. നവസാമ്രാജ്യത്വം അഥവാ നിയോ ഇമ്പീരിയലിസം. എന്താണ് നിയോ ഇമ്പീരിയലിസം? ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് വിവിധ രാഷ്ട്രങ്ങളിലായി പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനികൾ. മനസ്സിലാക്കുക, ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്യുന്നു, വിവിധ രാഷ്ട്രങ്ങളിലായി പ്രവർത്തിക്കുന്നു. അങ്ങനത്തെ ബഹുരാഷ്ട്ര കമ്പനികൾ വികസ്വരവും എന്ന് പറഞ്ഞാൽ എന്താണ്? വികസിച്ചുകൊണ്ടിരിക്കുന്നത്. വികസ്വരവും അവികസിതവുമായ രാജ്യങ്ങളുടെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ ഇടപെടുന്നതാണ് നവസാമ്രാജ്യത്വം. ചുരുക്കത്തിൽ ഇത്രേ ഉള്ളൂ. ബഹുരാഷ്ട്ര കമ്പനികളാണ് ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത മറ്റ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. അതാണ് നിയോ ഇമ്പീരിയലിസം അഥവാ നവസാമ്രാജ്യത്വം. നവസാമ്രാജ്യത്വത്തിന് 3 ആശയങ്ങളുണ്ട്. എന്തൊക്കെയാണത്? ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം. ആഗോളവൽക്കരണം ഗ്ലോബലൈസേഷൻ, സ്വകാര്യവൽക്കരണം പ്രൈവറ്റൈസേഷൻ, ഉദാരവൽക്കരണം ലിബറലൈസേഷൻ. നമുക്ക് നോക്കാം. ഇത് എന്താണെന്നൊന്നും അല്ല ചോദിക്കുന്നത്, എന്നാലും നമ്മൾ ഈ 3 ആശയങ്ങളും എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കണം. അത് നമുക്ക് നോക്കാം. ആഗോളവൽക്കരണം. ഒരു രാജ്യത്തിലെ ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, ആശയങ്ങൾ, വിവരങ്ങൾ എന്നിവ അതിർത്തികൾ കടന്ന് ലോകമെങ്ങും വ്യാപിക്കുമ്പോൾ അതിനെ ആഗോളവൽക്കരണം എന്ന് പറയുന്നു. അപ്പം ഒരു രാജ്യത്തിലുള്ള സംഭവങ്ങളെല്ലാം വേറൊരു രാജ്യത്തിലേക്ക്, വേറെ രാജ്യങ്ങളിലേക്ക് ലോകവ്യാപകമായി വ്യാപിക്കുമ്പോൾ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ആഗോളവൽക്കരണം എന്ന് പറയുന്നു. അടുത്തത് സ്വകാര്യവൽക്കരണം. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ, സേവനങ്ങൾ, വ്യവസായങ്ങൾ എന്നിവയൊക്കെ സ്വകാര്യ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ കൈമാറുന്നത്, അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നത്, ഇതൊക്കെയാണ് എന്ത്? സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. അതിനിപ്പം എന്താ ഒരു ഉദാഹരണം പറയുക? എയർ ഇന്ത്യ പോലുള്ള എയർ ഇന്ത്യ നമ്മുടെ ടാറ്റ ഗ്രൂപ്പിന് കൈമാറിയതൊക്കെ എന്താണ്? സ്വകാര്യവൽക്കരണത്തിന് ഉദാഹരണമാണ്. അടുത്തത് ഉദാരവൽക്കരണം. എന്താണ് ഉദാരവൽക്കരണം അല്ലെങ്കിൽ ലിബറലൈസേഷൻ? അതെന്ന് പറഞ്ഞാല് സർക്കാരിന്റെ നിയന്ത്രണം കുറച്ച് വിപണി സ്വതന്ത്രമാക്കുക. എന്താണ്? സർക്കാരിന്റെ നിയന്ത്രണം അവിടെ കുറയ്ക്കുക, വിപണി എന്താക്കുക? സ്വതന്ത്രമാക്കുക. അതാണ് ഉദാരവൽക്കരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നവസാമ്രാജ്യത്വത്തിന്റെ 3 ആശയങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. അത് ഇങ്ങനെയെങ്കിലും ഓർത്ത് വെക്കുക. എന്താണ് നവസാമ്രാജ്യത്വം, അതിന്റെ 3 ആശയങ്ങളും, അത് ജസ്റ്റ് എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കുക. അത് PSC ആണെങ്കിലും നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണെങ്കിലും ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇനി ആഗോളവൽക്കരണത്തിനനുസൃതമായ നയങ്ങൾ
രൂപവൽക്കരിച്ച അന്താരാഷ്ട്ര സ്ഥാപനങ്ങളെ പറ്റി പഠിക്കാനുണ്ട്. 3 അന്താരാഷ്ട്ര സ്ഥാപനങ്ങളെ പറ്റിയേ പഠിക്കാനുള്ളൂ. 1 ലോക ബാങ്ക്, വേൾഡ് ബാങ്ക്. 2 അന്താരാഷ്ട്ര നാണയനിധി അല്ലെങ്കിൽ നാണ്യനിധി IMF. 3 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടന. ഓരോന്നായി നമുക്ക് അതിന്റെ കുറച്ച് കാര്യങ്ങൾ വീതം പഠിക്കാം. ലോക ബാങ്ക് നിലവിൽ വന്നത് 1944 ഡിസംബർ 27-നാണ്. 1944 ഡിസംബർ 27. എന്നോട് കൂടി പറയുക, എന്നാണ് നിലവിൽ വന്നത്? 1944 ഡിസംബർ 27. ഇതിന്റെ ആസ്ഥാനം ഇമ്പോർട്ടന്റ് ആണ്, വാഷിംഗ്ടൺ DC. ആസ്ഥാനം വാഷിംഗ്ടൺ DC. ഇതിനൊരു ആപ്തവാക്യമുണ്ട്. വേൾഡ് ബാങ്കിന്റെ ആപ്തവാക്യം ദാരിദ്ര്യരഹിതമായൊരു ലോകത്തിനു വേണ്ടി പ്രവർത്തിക്കുക. എന്താണ് ആപ്തവാക്യം? ദാരിദ്ര്യരഹിതമായൊരു ലോകത്തിനു വേണ്ടി പ്രവർത്തിക്കുക. ഈ ലോക ബാങ്കിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? യൂജിൻ മേയർ. ആദ്യ പ്രസിഡന്റ് ഒക്കെ ചോദിക്കും, ആരാണ്? യൂജിൻ മേയർ. നിലവിലെ പ്രസിഡന്റ് ആരാണ്? അജയ് ബംഗ. നിലവിലെ പ്രസിഡന്റ് അജയ് ബംഗ. ഫസ്റ്റ് യൂജിൻ, പ്രസന്റ് അജയ് എന്നോർത്ത് വെച്ചാൽ മതി. ഫസ്റ്റ് യൂജിൻ, പ്രസന്റ് അജയ്. വേൾഡ് ബാങ്കിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് യൂജിൻ, പ്രസന്റ് അജയ് ബംഗ. അടുത്തത് അന്താരാഷ്ട്ര നാണ്യനിധി IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. നിലവിൽ വന്നത് 1945 ഡിസംബർ 27. നമ്മുടെ വേൾഡ് ബാങ്ക് 1944 ഡിസംബർ 27 ആയിരുന്നു. ഇവിടെ 1945 ഡിസംബർ 27 കണക്ട് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. ഇതിന്റെയും ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ DC ആണ്. ലോക ബാങ്കിന്റെ ആസ്ഥാനവും വാഷിംഗ്ടൺ DC ആയിരുന്നു. അന്താരാഷ്ട്ര നാണ്യനിധിയുടെ ആസ്ഥാനവും വാഷിംഗ്ടൺ DC ആണ്. ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് സുസ്ഥിരത കൈവരിക്കുകയും സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന സങ്കീർണതകളിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു UN ഏജൻസിയാണ് IMF. അതായത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാക്കുക, അതിനുവേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ സംഘടനയാണ് എന്തെന്ന് പറയുന്നത്, ഏജൻസിയാണ് IMF അല്ലെങ്കിൽ അന്താരാഷ്ട്ര നാണ്യനിധി എന്ന് പറയുന്നത്. ലാസ്റ്റ് ആയിട്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷം എന്നാണ്? 1995 ജനുവരി 1. ഇത് ഇമ്പോർട്ടന്റ് ആണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷം 1995 ജനുവരി 1 ആണെങ്കിൽ നമ്മുടെ ഇന്ത്യ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ അംഗമായ വർഷവും 1995 ജനുവരി 1 തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത്. ഒന്നുകൂടെ പറയാം, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷം 1995 ജനുവരി 1. അതേ വർഷം തന്നെയാണ് നമ്മുടെ ഇന്ത്യ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ അംഗമാകുന്നതും. ഇനി ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഗാട്ട് കരാറാണ്. എന്താണ് ഗാട്ട് കരാർ? ഈ ഗാട്ട് കരാർ എന്താണ്? ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ്സ് ആൻഡ് ട്രേഡ്. എന്ത്? ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ്സ് ആൻഡ് ട്രേഡ്. ഗാട്ട് കരാർ നിലവിൽ വന്നത് 1948 ജനുവരി 1. എന്താണ്? 1948 ജനുവരി 1. അപ്പം ഈ ജനുവരി 1 എല്ലാം. പക്ഷെ ഇതിന് മാത്രം 1948 തുടങ്ങിയതും ഇന്ത്യ അംഗമായതും 1995. ഇപ്പോഴ് നമ്മുടെ 2ാം ലോക മഹായുദ്ധം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോഴേ കുറച്ച് PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പറഞ്ഞു നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഇത് വന്നിരിക്കുന്നത് ജോഡിയാക്കുക എന്ന് പറഞ്ഞാണ്. അതായത് കുറച്ച് കാര്യങ്ങൾ തന്നിട്ട് ഇത് ആരുമായി റിലേറ്റഡ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അത് ചിലപ്പോൾ ഇതേപോലെ തന്നെ ആവർത്തിച്ചെന്ന് വരും. അതായത് PSCയിലെ മിക്ക ക്വസ്റ്റ്യൻസും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ അത് തന്നെ ആവർത്തിച്ച് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. അതിൽ നിന്ന് ഒരു ഹാഫ് എങ്കിലും വന്നിരിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പൊ ഇത് നോക്കാം. ലോങ് വാക്ക് ടു ഫ്രീഡം. ലോങ് വാക്ക് ടു ഫ്രീഡം, നെൽസൺ മണ്ടേല. ആരാണ്? നെൽസൺ മണ്ടേല.
അപ്പം മണ്ടയിലോട്ട് പോകാൻ ഒരുപാട് ദൂരമാണെന്ന് ഓർത്ത് വെക്കുക. അപ്പം ലോങ് വാക്കാണ്, മണ്ടയിലോട്ട് പോകാൻ ലോങ് വാക്കാണെന്ന് ഓർത്ത് വെച്ചാൽ നെൽസൺ മണ്ടേല ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും. അടുത്തത് എ മെമ്മറി ഓഫ് സോൾഫെറിനോ. എന്താണ് എ മെമ്മറി ഓഫ് സോൾഫെറിനോ? ഹെൻറി ഡ്യൂനന്റ്. ആരാണ്? ഹെൻറി ഡ്യൂനന്റ്. ഹെൻറിക്ക് സോളിന്റെ മെമ്മറി ആണെന്ന് ഓർത്തു വെക്കുക. എന്താണ്? ഹെൻറിക്ക് എപ്പോഴും ആത്മാവിന്റെ ഓർമ്മയാണെന്ന് ഓർത്തു വെക്കുക. അങ്ങനെയാവുമ്പം ഹെൻറി ഡ്യൂനന്റ് എ മെമ്മറി ഓഫ് സോൾഫെറിനോ എന്ന് കിട്ടും. അടുത്തത് മെയിൻ കാംഫ്. എന്താണ്? മെയിൻ കാംഫ്. മെയിൻ എന്നതിന്റെ മായും കാംഫ് എന്നതിന്റെ ഫേവും ഓർത്ത മാഫ് എന്ന് ഓർത്ത് വെക്കാം. മാഫ് അല്ലെങ്കിൽ മാപ്പ് എന്ന് ഓർത്ത് വെക്കാം. മാപ്പ്. അങ്ങനെ വരുമ്പോൾ അത് ആരുമായിട്ട് കണക്ട് ചെയ്ത? അഡോൾഫ് ഹിറ്റ്ലർ. ആരാണ്? അഡോൾഫ് ഹിറ്റ്ലർ. ഞാൻ അന്നേ പറഞ്ഞിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ 2ാം ലോക മഹായുദ്ധം എടുത്തപ്പോൾ പറഞ്ഞിരുന്നു, ജൂതന്മാരെയൊക്കെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ട് കൊലപ്പെടുത്തി. ആര്? ഈ ഹിറ്റ്ലർ. അപ്പം അതിനെ ഹോളോകാസ്റ്റ് എന്നാണ് പറയുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത്, ആ മരണസമയത്ത് അവരിവരോട്, ഹിറ്റ്ലറിനോട് മാപ്പ് അപേക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ ജീവന് വേണ്ടി കേണിരുന്നു എന്നൊക്കെ ഓർക്കുക. മാപ്പ് അപേക്ഷിച്ചിരുന്നു എന്ന് ഓർക്കുക. അപ്പം ഹിറ്റ്ലർ മാഫ് എന്നോർത്തിരുന്നാൽ എന്താണ്? മെയിൻ കാംഫ് അഡോൾഫ് ഹിറ്റ്ലർ എന്ന് കിട്ടും. ഇനി ഏറ്റവും ലാസ്റ്റ് ആയിട്ട് മൈ ഏർലി ലൈഫ്. എന്താണ്? മൈ ഏർലി ലൈഫ് വിൻസ്റ്റൺ ചർച്ചിൽ. എന്താണ്? വിൻസ്റ്റൺ ചർച്ചിൽ. അത് എൻ്റെ ലൈഫ് ചർച്ചിലായിരുന്നു എന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്താണ്? എൻ്റെ ലൈഫ് ചർച്ചിലായിരുന്നു. മൈ ഏർലി ലൈഫ് വിൻസ്റ്റൺ ചർച്ചിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. 2ാം ലോക മഹായുദ്ധവും അതിൻ്റെ ക്ലാസ്സും തീർന്നിരിക്കുകയാണ്. ഇപ്പോഴിത് ഇത്തിരി ലോങ് വീഡിയോ ആയിരുന്നു. ഇതോടെ അത് തീരാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.